നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആയിട്ട് വന്നതാണ്. വളരെ മനോഹരമായിട്ടൊരു സ്ഥലമാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. കൊല്ലം ജില്ലയിൽ തന്നെ ഉള്ളതാണ്. നമ്മൾ ഈ കാണുന്ന പാറയുടെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ കൊല്ലം ജില്ലയുടെ ഒരു 90% ഏറിയയും നമുക്ക് അവിടെ നിന്ന് കണ്ട് ആസ്വദിക്കാൻ സാധിക്കും. നല്ല വലിപ്പത്തിലുള്ള ഒരു പാറയുടെ ഒരു വശത്തു കൂടിയാണ് നമ്മൾ മുകളിലേക്ക് കയറാനായിട്ട് പോകുന്നത്. പുരാതനമായ ഒരു ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ്. നമുക്ക് ഇതുവഴി ഈ പാറയുടെ മുകളിലേക്കൊന്ന് കയറി ഇവിടുത്തെ മനോഹരമായ ദൃശ്യങ്ങളൊന്ന് കാണിച്ചു തരാം. നല്ല ചരിവാണ്. ഇതുണ്ടോ, അത് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഈ പാറയുടെ ഒരു സൈഡാണ്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കൊല്ലം ജില്ലയുടെ ഒട്ടുമിക്ക ഭാഗവും കാണാം. അവിടെ എല്ലാം എന്താ, ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. വെണ്ടാറിലെ ശ്രീഭൂതനാഥസ്വാമി ക്ഷേത്രമാണ് ആ ദൂരെ കാണുന്നത് കേട്ടോ. അങ്ങനെ ഒരുപാട് ഈ സൈഡ് കൊട്ടാരക്കര സൈഡാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എഴുകോൺ, കുണ്ടറ, ആ ഭാഗങ്ങളൊക്കെ നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാം. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ക്ലൈമറ്റ്, വളരെ മനോഹരമായിട്ടുള്ള ക്ലൈമറ്റ്. ഒരു നിബിഡ വനം മാതിരിയാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. ഗ്രൂപ്പായിട്ടൊക്കെ വരാമെങ്കിൽ വളരെ നന്നായിരിക്കും. പിന്നെ മനോഹരമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ശിവൻ്റെ പ്രതിമ ഇവിടെയുണ്ട്. ഒരിക്കലും പറ്റാത്ത ഒരു, എത്ര വലിയ വേനലിൽ പോലും ഇവിടെ വെള്ളം ഉണ്ടാകും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. മനോഹരമായ ഒരു പ്രതിമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതോടനുബന്ധിച്ച് തന്നെ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ഇണ്ടളയപ്പൻ ക്ഷേത്രമാണ് അറിയപ്പെടുന്നത്. നമുക്ക് ക്ഷേത്രത്തിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങിപ്പോയി അവിടുത്തെ കാഴ്ചകളോടൊക്കെ ഒന്ന് കാണാം. നമുക്ക് ക്ഷേത്രത്തിലോട്ടൊന്ന് ഇറങ്ങിപ്പോകാം. ഉണ്ടോ, മനോഹരമായിട്ടൊരു ആല് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു പടർന്ന് നിൽക്കുന്ന ഒരു ആലും എല്ലാം ഉണ്ട് ഇവിടെ. ഈ ആലിൻ്റെ ചവിട്ടി വന്നപ്പോഴത്തേക്ക് എന്തൊരു തണുപ്പ്, നല്ല തണുപ്പുണ്ട്. ഒരു വനക്ഷേത്രത്തിൻ്റെ അതേ ഫീലിംഗാണ് ഇവിടെ വരുമ്പോഴത്തേക്ക് കേട്ടോ. മനോഹരമായ ക്ഷേത്രം. സകല ദുഃഖങ്ങളും ഇവിടെ നിന്ന് മറക്കും. ഈ ആലിൻ്റെ ചവിട്ടിലെ ഒരു തണുപ്പൊക്കെ എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു തണുപ്പും ആ ഒരു കാലാവസ്ഥയൊക്കെ നമുക്കിവിടെ നിൽക്കുമ്പോൾ മണിയുടെ ഒച്ചയൊക്കെ കേൾക്കുന്നു. നമുക്ക് ഇവിടുത്തെ ഒരു ആംബിയൻസ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ക്ഷേത്ര മുറ്റത്തായിട്ട് ഈ പൂജകളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇഷ്ടിക കൊണ്ട് ഇത് പണിഞ്ഞിട്ടുണ്ട്. ഒരു നന്ദികേശൻ്റെ പ്രതിമയൊക്കെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഇതാണ് ആലിൻ്റെ ചുവട്ടിലായിട്ട് ശിവലിംഗം മാടൻ തമ്പുരാനാണ്. വളരെ മനോഹരമായിട്ട് ഒരു പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വ്യൂ ആണ് കേട്ടോ ഇത്. ഇവിടുത്തെ ദീപം കത്തിച്ചു കഴിഞ്ഞാൽ കിലോമീറ്ററുകളോളം ദൂരമുള്ളവർക്ക് ഇത് കാണാൻ സാധിക്കും. വളരെ ഒരു, നമുക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-60 കിലോമീറ്ററോളം നേരെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും. അത്രയധികം ദൂരത്തോട്ട് ഇവിടുത്തെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാവും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. ആ കാറ്റൊക്കെ കിട്ടുന്നുണ്ട്. നല്ല മനോഹരമായ കാറ്റും എല്ലാം ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ സ്ഥലത്തേക്ക് വരാനുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറനാട് വഴി വരാം. കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ പുല്ലാമല എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഉള്ളിലേക്ക് പകുതിപ്പാറ ക്ഷേത്രം വന്നാൽ മതി. അപ്പോൾ അവിടെ എത്താൻ സാധിക്കും. വലിയൊരു പാറയും തികച്ചും വളരെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വാഹനങ്ങളൊക്കെ ദാണ്ട ഇവിടെ വരെ വരും. വരുന്ന വഴിയൊക്കെ ഒരല്പം ദുർഘടമാണെങ്കിലും വാഹനം വരും. കണ്ണിന് നല്ല കുളിർമയേകുന്ന കാഴ്ചകളാണ് ഇവിടെ കേട്ടോ. വളരെ മനോഹരമായ സ്ഥലം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തീർച്ചയായിട്ടും ഇവിടെ വരിക. ഈ പാറപ്പുറത്ത്
10 മിനിറ്റ് ഇരിക്കാന്നുണ്ടെങ്കിൽ സകല ടെൻഷനും മാറും. അത്രയ്ക്ക് നല്ല കാറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ നമ്മുടെ ശിവന്റെ ഒരു പ്രതിമയും ഒരിക്കലും പറ്റാത്ത ഒരു കുളവുമാണ്.